അവിടെ ബോഡി ഞാൻ പോയി കണ്ട്, മോർച്ചറി വെച്ച് ബോഡി കണ്ടപ്പോൾ അവൾക്ക് മൊത്തം മുറിവ, അവിടെ കണ്ണിലൊക്കെ മുറിവ, ഇവിടെയൊക്കെ മുറിവ, അവിടെ ദേഹത്തൊക്കെ ഇവിടെയൊക്കെ മുറിവുണ്ട്. ഈ മുറിവ് എങ്ങനെ വന്നു? ഇവിടെയൊക്കെ മുറിവല്ലേ, ഇവിടെയൊക്കെ മുറിവുണ്ട്. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് സംശയമില്ലായിരുന്നു ഈ മുറിവ് എങ്ങനെ വന്നു. അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് പെണ്ണിന്റെ കണ്ണിന്റെ ഇവിടെ ഭാഗത്തൊരു അടിയുണ്ട പാടുണ്ട്. പിന്നെ ഞാൻ അറിയുന്ന ന്യൂസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല, സ്വർണവും കാര്യങ്ങളൊക്കെ ഊരിയെടുത്തിട്ട് പെണ്ണിനെ മോർച്ചറി ഇട്ടിട്ട് വീടിട്ട് മുങ്ങിക്കാം. ഫോൺ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്, രണ്ടുപേരും മുങ്ങി. അസ്സലാമു അലൈക്കും. ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കരമായ സ്നേഹമാണ്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. അവരാണെങ്കിൽ അത്രയില് ഷാജഹാനും മുംതാസും പോലെ, കറുത്തമ്മയും പരീക്കുട്ടിയും പോലെ അത്ര സ്നേഹത്തോടു കൂടി കഴിയുന്ന ഒരു ദമ്പതികളാണ്. 4 മാസമേ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ടും. അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു വൈകുന്നേരത്ത് ഇവളാണെങ്കിൽ, ഈ പെൺകുട്ടിയാണെങ്കിൽ അവളുടെ സ്വന്തം ഉമ്മയെ കോൾ ചെയ്തു, ഫോൺ വിളിച്ചു, വീട്ടിലേക്ക് ഫോൺ വിളിച്ചു ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, ഫോൺ വിളിച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഒരു തീരുമാനം എടുക്കുകയാണ്. അതൊരു തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര തീരുമാനമായിപ്പോയി. മുനീറും ആസിയയും തമ്മിൽ ദിവ്യമായ പ്രണയമാണ്. ഷാജഹാനും മുംതാസും പോലെ അത്രയ്ക്ക് അതുപോണക്ക് ദിവ്യമായ പ്രണയമാണ് ഈ മുനീറും ആസിയയും തമ്മിൽ. ആരൊക്കെ ശ്രമിച്ചിട്ടും ഇവരെ പിരിക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് പേര്, അവളുടെ വീട്ടുകാരും അവന്റെ വീട്ടുകാരും ഒക്കെ ഒരുപാട് ശ്രമിച്ചു നോക്കി അവരെ പിരിക്കാൻ. പക്ഷെ അവരെ ഒരിക്കലും പിരിയില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച 2 പ്രണയ ജോഡികളായിരുന്നു അവർ. മുനീറും ആസിയയും തമ്മിൽ കണ്ടുമുട്ടുന്നത്, പരിചയപ്പെടുന്നത് ഒരു കളിയിലൂടെയാണ്. അതായത് പബ്ജി കളിയിലൂടെ. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ട്രെൻഡ് ആണല്ലോ ഈ പബ്ജി കളി എന്ന് പറയുന്നത്. അങ്ങനെ ആ പബ്ജി കളിയിലൂടെയാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും കണ്ടുമുട്ടുന്നതും ഒക്കെ. ആ സമയത്ത് ഈ ആസിയ എന്ന് പറയുന്നത് അവള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയാണ്. ആ സമയത്താണ് ഇവർ തമ്മിൽ പ്രണയത്തിലാവുന്നതും. എന്നാൽ ജീവിതം എന്താണെന്നോ, ജീവിതത്തിന്റെ കൈപ്പേറിയ നിമിഷങ്ങൾ എന്താണെന്നോ ഒന്നും ചിന്തിക്കാനുള്ള തിരിച്ചറിവ് പോലും ആവാത്തൊരു പ്രായമാണ് ആ 10ാം ക്ലാസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവക്ക് ഇതിലെ പ്രണയത്തിന്റെ ഒരു മത്ത് തലയ്ക്ക് പിടിച്ചിരിക്കുന്നത് കാരണം ആരെന്ത് പറഞ്ഞിട്ടും യാതൊരു രക്ഷയില്ല. ഇവൾ ആ പ്രണയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവളുടെ വീട്ടുകാരൊക്കെ ആവും പണി 68 നോക്കി പിന്തിരിപ്പിക്കാന്. പക്ഷെ അവൾ പിന്മാറുന്ന ഒരു ലക്ഷണവും ഇല്ല. അവൾ പറയാണ്, ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ അത് മുനീറിനെ മാത്രമായിരിക്കും. എന്റെ ചേട്ടത്തിയുടെ മോനും ഇവരും ഒക്കെ ആയിട്ട് കൂട്ടുകാരനായിരുന്നു. ഇങ്ങനെ പബ്ജി കളിക്കുമായിരുന്നു ഇവരെല്ലാവരുടെ ഗ്രൂപ്പിൽ. അങ്ങനെ ഇഷ്ടപ്പെട്ട് വന്നപ്പം ഒരു പ്രാവശ്യം ഇതുപോലെ ഞാനിങ്ങനെ ഫോണിൽ ഇങ്ങനെ കറിഞ്ഞ് ഇങ്ങനെ ഇവർ തമ്മിൽ ഉണ്ടെന്നിങ്ങനെ അറിഞ്ഞപ്പോൾ ഞാൻ ഒരു അടി കൊടുത്തായിരുന്നു. ഒരു ദിവസം അടി കൊടുത്തപ്പോൾ ഇവളിങ്ങനെ ആത്മഹത്യ ശ്രമിച്ച് ഞാൻ അടിച്ച വിഷമത്തിൽ ഞാനും മോനും അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇത് തന്നെ. ആസിയയ്ക്ക് വാപ്പാന്ന് പറഞ്ഞാല് ജീവന്റെ ജീവനാണ്. ഇവൾ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ആദ്യം ചെന്ന് പറയുന്നത് വാപ്പായോടാണ്. ഈ വാപ്പയ്ക്ക് ക്യാൻസർ ബാധിച്ച് അസുഖം കൂടി അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം മരണപ്പെട്ട് ഇവളാണെങ്കിൽ ആകെ തകർന്നു പോയി. കാരണം ഇവളുടെ ജീവനാണ് വാപ്പ എന്ന് പറയുന്നത്. എങ്കിലും ഇവളുടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് കാമുകനായ ആ മുനീർ ഉണ്ടല്ലോ, തനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ അവൻ ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ് ഈ പെണ്ണിന്, ഈ ആസയ്ക്ക്. എങ്കിലും അവൾ മാനസികമായിട്ട് ഒരുപാട് തളർന്നു പോയൊരവസ്ഥയാണ് ഈ വാപ്പാടെ മരണം. ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര സ്നേഹത്തെ ജീവനായിരുന്നു വാപ്പാക്ക്. മോളെയും മോക്കും വാപ്പായും 2 വയസ്സുള്ളപ്പോൾ 2 ലക്ഷം രൂപയുടെ ഐപോഡ് അവക്ക് ആദ്യം മേടിച്ചു കൊടുത്തു വിടുന്നത് വാപ്പ. അതിൽ നിന്നാണ് അവളെ അങ്ങനെ അത്രമേ ആക്കി അവിടെ വാപ്പായ. അങ്ങനെ ഇരിക്കെ ഒരു 4 മാസം മുൻപ് ഈ ആസിയയും മുനീറും തമ്മിലുള്ള വിവാഹം നടന്നു. ബാപ്പ ഇല്ല എങ്കിലും ആ സഹോദരനും, അതായത് ആസിയയുടെ സഹോദരനും ഉമ്മയും നല്ല രീതിയിൽ തന്നെയാണ് ഈ കല്യാണം നടത്തിയത്. 5 ലക്ഷം രൂപയും ഒരു കാറും ഒക്കെ കൊടുത്തിട്ടാണ് ആസിയ കല്യാണം കഴിച്ച് മുനീറിന് കൊടുത്തത്. 23,000 സ്വർണം എനിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 23,000 സ്വർണം കൊടുത്തിട്ടുണ്ട്, 5 ലക്ഷം റുപ്യ കൊടുത്തിട്ടുണ്ട്, ഒരു കാർ കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊടുത്തിട്ട് നമ്മൾ നല്ല ഭംഗിയായിട്ട് കൊടുത്തതിൽ നമ്മൾ എന്താക്കിനെ കല്യാണം നല്ല രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 5 ദിവസം കല്യാണം നടത്തി, നിക്കാഹ് ആദ്യം നടത്തി, പിന്നെ ഈ മഞ്ഞ കല്യാണം, ഹോളി, അങ്ങനെ ആർപ്പാടുമായിട്ട് തന്നെ നടത്തി. ഈ മുനീറാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ആസിയെ പൊന്നു പോലാണ് നോക്കുന്നത്. തലയിലും താഴത്തും വെക്കാതെ
അത്രയ്ക്ക് കൊണ്ടു കടന്നാണ് അവളെ നോക്കുന്നത്. ചിലരൊക്കെ പറയും കല്യാണം കഴിഞ്ഞാൽ സ്നേഹം കുറയുമെന്നൊക്കെ. പക്ഷെ ഇവരുടെ ഇടയിൽ സ്നേഹം കൂടിയത്. അത്രയ്ക്ക് രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ എന്താവശ്യപ്പെട്ടാലും ആ നിമിഷം അവനത് ഒക്കുന്ന രീതിയിൽ എല്ലാം സാധിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഓൻ്റെ കാര്യം ഓനിക്ക് 100 ആവാണ്, മനസ്സിലായോ? ഓൻ്റെ കാര്യം പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓനിപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ അടുത്ത ഓള് മൂവാറ്റുപുഴയിൽ ജോലി ചെയ്യുക, ഇവൻ ഇവിടെ ആലപ്പുഴ ജോലി ചെയ്യുക, അങ്ങനത്തെ രീതിയിലാണ്. അപ്പോൾ ഇവള് മൂവാറ്റുപുഴയിൽ നിന്ന് ട്രാൻസ്ഫർ അടിച്ച് ആലപ്പുഴയ്ക്ക് അടുത്ത ആഴ്ച എന്തോ അവിടെ ജോലിക്ക് കയറാൻ വേണ്ടിയിരിക്കുക. അതാകുമ്പോൾ എനിക്ക് എപ്പോഴും മുനീറിൻ്റെ അടുത്ത് നിൽക്കാമല്ലോ, എനിക്ക് എപ്പോഴും മുനീർ, ഞാൻ ഞങ്ങളെപ്പോഴും ചോദിക്കും നീ ഇതിന് വേണ്ടിയിട്ട് മുനീറിനെ സ്നേഹിക്കും, കല്യാണം കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും മുനീറിൻ്റെ അടുത്ത് നിൽക്കാൻ, എനിക്ക് എപ്പോഴും മുനീർ. അപ്പം അത്ര സ്നേഹത്തോട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നോക്കി നല്ല രീതിയിൽ ജീവിച്ച ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, ഇവർ തമ്മിൽ അത്ര ഇതില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 4 മാസമായി. 4ാമത്തെ മാസം എല്ലാവരും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കേട്ടത്. ആസിയ ആത്മഹത്യ ചെയ്തു, ഹസ്ബൻഡിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തു. ശരിക്കും എല്ലാരും ഞെട്ടിത്തരിച്ചു പോയി. കാരണം 4 മാസമേ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്, 4 വർഷം പോലും ആയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട്. അതിനിടയ്ക്ക് അതും ഇത്രയ്ക്ക് സ്നേഹിക്കുന്ന ഒരു ദമ്പതികള് ആത്മഹത്യ ചെയ്തു, ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിത്തരിച്ചു പോയി. അവളുടെ ശരീരത്ത് ചില മുറിപ്പാടുകളും കണ്ടായിരുന്നു. അവിടെ ബോഡി ഞാൻ പോയി കണ്ട്, മോർച്ചറി വെച്ച് ബോഡി കണ്ടപ്പോൾ അവൾക്ക് മൊത്തം മുറിവാ, അവിടെ കണ്ണിലൊക്കെ മുറിവാ, ഇവിടെയൊക്കെ മുറിവാ, അവിടെ ദേഹത്തൊക്കെ ഇവിടെയൊക്കെ മുറിവുണ്ട്. ഈ മുറിവ് എങ്ങനെ വന്നു? ഇവിടെയൊക്കെ മുറിവല്ലേ, ഇവിടെയൊക്കെ മുറിവുണ്ട്. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് സംശയമില്ലായിരുന്നു ഈ മുറിവ് എങ്ങനെ വന്നു. അവളെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത്. പെണ്ണിന്റെ കണ്ണിന്റെ ഇവിടെ ഭാഗത്തൊരു അടിയുണ്ട പാടുണ്ട്. പിന്നെ ഞാൻ അറിയുന്ന ന്യൂസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല, സ്വർണവും കാര്യങ്ങളൊക്കെ ഊരിയെടുത്തിട്ട് പെണ്ണിനെ മോർച്ചറി ഇട്ടിട്ട് വീടിട്ട് മുങ്ങിക്കാം. ഫോൺ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്, രണ്ടുപേരും മുങ്ങി. മുനീറിനെ ആസിയുടെ വീട്ടുകാർക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. കാരണം തന്റെ മോളെ പൊന്നുപോലെ നോക്കുന്നത് കൊണ്ട് അവർക്ക് എല്ലാവർക്കും നല്ല കാര്യമായിരുന്നു മുനീറിനെ. പക്ഷെ ഇപ്പൊ ഈ ഒരു പ്രശ്നത്തിന് ശേഷം അവരെല്ലാരും ഒരു സംശയത്തോടു കൂടി തന്നെയാണ് ഇപ്പൊ മുനീറിനെ നോക്കുന്നത്. പോലീസുകാർക്കായാലും ഒരു അവര് തന്നെ കൺഫ്യൂഷൻ ആവുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുനീർ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. പിന്നെ അവളെ കൊല്ലും എന്ന് ആർക്കും തോന്നുന്നില്ല. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇവൾ ആത്മഹത്യ ചെയ്തതാണ് എന്നും കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞ എല്ലാവരും പെട്ടുപോയൊരവസ്ഥ. എല്ലാരും പറയുന്ന എന്താണെന്നറിയോ, ഇവള് വാപ്പ മരണപ്പെട്ടപ്പോൾ ആ വാപ്പ മരണപ്പെട്ടതിന്റെ വിഷമത്തിലാണ് ഇവൾ മരിച്ചത് എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു വാപ്പ ഇല്ലാത്തതിന്റെ കുറവ് പോലും അറിയിക്കാതെ അവളെ പൊന്നുപോലെ നോക്കിയിരുന്നതാണ്. വാപ്പയുടെ സ്നേഹവും കൂടി കൊടുത്തിട്ടാണ് ഈ മുനീർ നോക്കിയിരുന്നത്. ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഉള്ളപ്പോൾ വാപ്പ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുവോ? അത് എന്തായാലും ഈ ഒരു പറഞ്ഞ പോയിന്റ് അത് അവളുടെ വീട്ടുകാർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പാപ്പയുടെ മരണത്തിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്താണെന്ന് അത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കത്തില്ല. അങ്ങനെയാണ് അന്നേരം മരിക്കാൻ എന്താ? ഈ 9 മാസം കഴിഞ്ഞപ്പോഴാണ് അവള് മരിക്കുന്നത്. ഈ 4 മാസം ഞാൻ ഇത്രയും സ്വർണങ്ങളും പൈസയും കാറും ഈ 5 ദിവസം ആഡംബര കല്യാണം നടത്തി കെട്ടിക്കുമ്പോ അവൾ അന്നേരം എന്താ മരിക്കാഞ്ഞ്? അന്നേരം അവള് മരിക്കത്തില്ലെന്ന് നല്ല ഉറപ്പുണ്ട് എനിക്ക്. അത് മാത്രമല്ല വയ്യാത്ത അമ്മയെ വിട്ടൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഉമ്മക്ക് ഞാനല്ലേ ഉള്ളൂ, ഉമ്മയുടെ വീട് നമുക്ക് തിരിച്ചെടുക്കണം, നമുക്ക് തിരിച്ചെടുക്കാം, ഉമ്മ വിഷമിക്കണ്ട, ഒന്നും കൊണ്ട് വിഷമിക്കണ്ടെന്ന് എന്നോട് പറഞ്ഞത് അവള്. അവളുടെ ബന്ധുക്കൾ പോലും മുനീറിനെ തള്ളിക്കളയുന്നില്ല. അവര് പറയുന്നത് ഇങ്ങനെയാണ്. അതിന് മാത്രം മനക്കെട്ടിയൊന്നും ഇല്ലാത്ത വിധത്തിന് അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ഞാൻ എൻ്റെ കൂടെ കൊച്ചുനാളോട്ട് കളിച്ച് വളർന്ന് ഒരേപോലെ അവൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ബന്ധമാണ്. അപ്പം നമ്മളിപ്പോൾ എൻ്റെ പെങ്ങളിങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു ഇതിൽ ചെയ്തെന്ന് പറഞ്ഞാൽ അവനെ കുറ്റക്കാരാക്കി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അതിൻ്റെതായിട്ടുള്ള രീതിയിലാണ് പോലീസുകാരുടെ. ഒരാളിന്റെ മുന്നോട്ടുള്ള ഒരു ജീവിതം വഴി അടഞ്ഞു പോകുമ്പോൾ അവർ തെരഞ്ഞെടുക്കുന്ന ഒരു മാർഗമാണ് ആത്മഹത്യ. ഈ പെണ്ണും ആസിയയും അത് തന്നെയാണ് തെരഞ്ഞെടുത്തത്. ശരിക്കും എല്ലാവരും ആകാംക്ഷയിലാണ് ഈ പെൺകുട്ടി എങ്ങനെയാണ് മരിച്ചത്, എന്തുകൊണ്ടാണ് മരിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ആകാംക്ഷയിലാണ്. മുനീറാണോ ഇതിന് കാരണക്കാരൻ? എനിക്കെന്നാൽ വേറെ നമ്പറിൽ നിന്ന് വിളിച്ച് മെസ്സേജ് ആയാലും ഇവൻ്റെ ഇപ്പാനെ വിളിച്ചിട്ട് ഇവൻ്റെ ഇപ്പം ഫോൺ എടുത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പല വർത്താനം കേൾക്കുന്നത് അയലത്തുകാരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് നാട്ടുകാർ പറയണത് എന്നോട്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പണ്ടങ്ങളെ കൂടിയെടുത്തിട്ട് ഇവിടെ മോർച്ചറിൻ്റെ അവിടെ പരിസരത്തും ആരും എൻ്റെ പെണ്ണിനെ അവിടെ ഒറ്റയ്ക്കിട്ട് ഇവരൊക്കെ പോയിക്കുക. ആ ഒരു ഇതാണ് എനിക്ക് ആകെ പ്രഷർ. മരണം നടക്കുന്നത്
മരിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നാണ് ഈ ഉമ്മയും മോളും തമ്മിൽ സംസാരിച്ചത്. ആ സമയത്തും അവള് സന്തോഷവതിയാണെന്നാണ് ഈ ഉമ്മ പറയുന്നത്. അവര് പറയുന്നത് ഇത്ര പെട്ടെന്ന് ആ ഫോൺ വെച്ച് ഒരു 5 മിനിറ്റിനകം ഇവൾക്ക് ഇത്ര പ്രശ്നം എന്താണ് ഉണ്ടായത്, അവൾ എത്രത്തോളം സഹിച്ചിട്ടുണ്ടാവും, അവൾക്ക് അത്രത്തോളം മാനസികമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും എന്നാണ് ഈ ഉമ്മ പറയുന്നത്. ഈ 5 മിനിറ്റിനകം ഇത് എന്ത് സംഭവിച്ചെന്ന് മാത്രമേ എനിക്ക് അറിയണം, സത്യസന്ധത അറിയണം, ഇത് തെളിയണം. ആസിയയുടെ മരണം ആത്മഹത്യ തന്നെയാണെന്ന് തെളിഞ്ഞു. ഇതിന് എന്താണ് കാരണമെന്നോ ഇതിന് കാരണക്കാരനായത് ആരാണെന്നോ ഒന്നും ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ മുനീർ തന്നെയാണോ ഇതിന് കാരണക്കാരൻ? അതല്ല, അവളുടെ വാപ്പ മരണപ്പെട്ടതിന്റെ വിഷമത്തിലാണോ ഈ പെൺകുട്ടി മരിച്ചത് എന്നും ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അത് എത്രയും പെട്ടെന്ന് അത് തെളിയട്ടെ. കാരണം എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. അവൾക്ക് എന്ത് പറ്റി, എന്തുകൊണ്ടാണ് അവൾ മരണപ്പെട്ടത് എന്നുള്ളത്. അത് എത്രയും പെട്ടെന്ന് തന്നെ തെളിയട്ടെ. പിന്നെ ഏതൊരു പ്രശ്നത്തിനും ഈ മരണം, അതായത് ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു പരിഹാരമേ അല്ല. മുനീർ നിരപരാധിയാണെങ്കിലും അവളെ സൂസൈഡ് സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനതിനകത്ത് ഉത്തരവാദമാണെന്നെങ്കിലും ഇത് തെളിയണം, എനിക്ക് തെളിച്ച് കിട്ടണം. സത്യം എന്താണെന്നുള്ളത് അറിഞ്ഞാൽ മാത്രം മതി എനിക്ക്. എനിക്കെന്നാൽ വേറെ നമ്പറിൽ നിന്ന് വിളിച്ച് മെസ്സേജ് ആയി ഇവൻ്റെ ഇപ്പാനെ വിളിച്ചിട്ട് ഇവൻ്റെ ഇപ്പം ഫോൺ എടുത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പല വർത്താനം അയക്കുന്നത് ആയിരത്താരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് നാട്ടുകാർ പറയണത് എന്നോട്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പണ്ടങ്ങളെ കൂലി എടുത്തിട്ട് ഇവിടെ മോർച്ചറിൻ്റെ അവിടെ പരിസരത്തും ആരും എൻ്റെ പെണ്ണിനെ അവിടെ ഒറ്റയ്ക്കിട്ട് ഇവരൊക്കെ പോയിക്കുക. ആ ഒരു ഇതാണ് എനിക്ക് ആകെ പ്രശ്നം.